ഈ ഒരു റോഡ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ഇതുപോലെ റിസോർട്ടുകൾ, ഹോം സ്റ്റേസ് അല്ലെങ്കിൽ ഹോട്ടൽസ് ആണ്. ഈ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പുതിയൊരു ഹോട്ടലാണ് കേട്ടോ. കാരണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവളം ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളത്. ഈ റോഡ് ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ ആ വീട് കഴിഞ്ഞിട്ട് നമുക്കൊരു 28 സെൻറ്റ് സ്ഥലമാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. ഈ റോഡ് നേരെ താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കോവളം ബീച്ചിലേക്ക് പോകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോവളം ബീച്ചും കടലും ഒക്കെ തൊട്ടടുത്തായിട്ട് കാണാൻ സാധിക്കും. ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങളൊരു റിസോർട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഹോട്ടലോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് നല്ല രീതിയിൽ സീ വ്യൂ കിട്ടുന്ന നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കോവളം ബീച്ചിൽ നിന്ന് കയറി വരുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വരാം. ഇനി അതല്ല, വിഴിഞ്ഞം സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം ഉസ്താദ് ഹോട്ടലിന് തൊട്ട് മുന്നേ കാണുന്ന ജംഗ്ഷൻ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു 400 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ്. ആ റോഡ് താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്കും സാജൻ സുധീർ റോഡെന്ന് പറഞ്ഞ് നമുക്ക് റോഡ് കാണാൻ സാധിക്കും. ആ റോഡ് ഇങ്ങനെ ജസ്റ്റ് കയറി വരുമ്പോൾ ഇവിടെ ഒരു പഴയ വീടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണുന്ന 28 സെൻറ്റ് സ്ഥലം. പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. നമുക്ക് ആ റോഡ് സാജൻ സുധീർ റോഡ് ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പം തന്നെ ഇടതുവശത്ത് കാണുന്ന ആദ്യത്തെ വേക്കൻ പ്രോപ്പർട്ടി ഇതുപോലെ ഒരു വീടിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടി. ടോട്ടലായിട്ട് 28 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ ചിലപ്പോൾ അളവിൽ ഇത്തിരി ഒന്ന് കുറവ് വരും കേട്ടോ. ഈ റോഡിൻ്റെ ഇത്തിരി വീതി കൂട്ടിയപ്പോൾ ചിലപ്പോൾ കുറവ് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അളവിൽ എത്രയാണോ അതിൻ്റെ ക്യാഷ് നിങ്ങൾ കൊടുത്താലും മതിയാവും. ഈ കാണുന്നത് പോലെ ടോട്ടലായിട്ട് 28 സെൻറ്റ് സ്ഥലം. ഇവിടെ നിന്ന് ഇതിൻ്റെ ഏറ്റവും ബാക്ക് വശത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കടൽ കാണാം കേട്ടോ. ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 12 ലക്ഷം രൂപയാണ്. നമുക്കിവിടെ തൊട്ടടുത്തായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് നമുക്ക് ഈസി ആക്സസ് ആണ്. നമ്മുടെ ഈ ഉസ്താദ് ഹോട്ടലിൽ അവിടെ താഴോട്ട് പോകുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാം. വലതുവശത്ത് ഫയർഫോഴ്സ്. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം ബേസ് ചെയ്തിട്ടുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ആ ഒരു ലൊക്കേഷനിലാണ്. അതുവഴി വേണമെങ്കിൽ നമുക്ക് പോർട്ടിൻ്റെ ഫിഷിംഗ് ഹാർബറിൻ്റെ അങ്ങോട്ടേക്ക് പോകാം. ഇനി അതെല്ലാം നമ്മുടെ പോർട്ടും ഇവിടെ നിന്ന് വിസിബിൾ ആണ്. പക്ഷേ നമുക്ക് പോർട്ടിലേക്കുള്ള ആക്സസ് കുറച്ചുകൂടെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചെന്നിട്ടാണ് പോർട്ടിലേക്ക് ആക്സസ് വരുന്നത്. ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടിനോടൊക്കെ അടുത്ത് കിടക്കുന്ന ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ടൂറിസത്തിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ ചുറ്റും കാണുന്നതെല്ലാം ഇതുപോലുള്ള ഹോം സ്റ്റേസ് ഒക്കെയാണ്. ഈ കാണുന്നതുണ്ടോ, ഇത് ഹോട്ടലാണ്. ഇതെല്ലാം ഹോട്ടലാണ് അല്ലെങ്കിൽ ഹോം സ്റ്റേസ് ആണ്. ആ രീതിയിലാണ് ഈ ചുറ്റുമുള്ള എല്ലാ കെട്ടിടവും വരുന്നത്. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്കും ടൂറിസം ബേസ് ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആകാം. ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില പെർ സെൻറ്റ് 12 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും.